കഴിഞ്ഞ തവണ എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ മോദി വിചാരിച്ച വിജയം ഉണ്ടായില്ല? അവിടെ രാമക്ഷേത്രം നിർമ്മിച്ച് അതിൻ്റെ പ്രാണപ്രതിഷ്ഠയും അതിൻ്റെ ഉദ്ഘാടനവും എല്ലാം അദ്ദേഹം തന്നെ നിർവഹിച്ച് അത്രയും ഹോപ്പ്ഫുള്ളായിരുന്നു ആ സ്റ്റേറ്റിനെ കുറിച്ച്. എന്നിട്ട് ആ അമ്പലം നിലനിൽക്കുന്ന ഫൈസാബാദ് അല്ലേ, അവിടെ അടക്കം തോറ്റുപോയി. അവിടെ SP ജയിച്ചത്. BJP സംബന്ധിച്ച് ഷോക്കിംഗ് ആയിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് BJP ജയിച്ചതിന് ശേഷം മോദി വന്ന് നടത്തുന്നത് ഒറീസയിലെ ക്ഷേത്രം ഏതാണ്? ശിവക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം. ജയ് ജഗന്നാഥ് എന്നാണ് അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞത്. സാധാരണ അദ്ദേഹം ജയ് ശ്രീറാം പറയേണ്ട ആളാണ്. ജയ് ശ്രീറാം അദ്ദേഹം പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ആ അമ്പലവും അതിൻ്റെ ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങളിലെല്ലാം BJP തോറ്റുപോയി. എന്നാൽ മോദി ഒരു ഘട്ടത്തിൽ പിന്നിലായി പോയി ചെയ്തു. യെസ്. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കർണാടകയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടായ ഒരു സന്ദർഭത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ BJP അടിച്ചു കയറി. അപ്രതീക്ഷിതമായിരുന്നു അവിടെ സംഭവിച്ചത്. അതിനുശേഷം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെയാണ് വോട്ടിൽ തട്ടിപ്പെടുന്നതെന്ന്. വോട്ടിൽ ഞാനൊരു സ്ഥലത്ത് തട്ടിപ്പെടുത്താൻ തീരുമാനിക്കുന്നു. മൊത്തത്തിൽ 3 സ്ഥലത്ത് തട്ടിപ്പെടുത്താൻ ഞാൻ തീരുമാനിക്കുന്നു. അതിൽ എനിക്ക് നല്ല ഉറപ്പുള്ള, ഞാൻ എന്തായാലും ജയിക്കും, അതിനാവശ്യമായ ജനപിന്തുണയും എനിക്കുണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ഞാൻ തട്ടിപ്പിടി നിൽക്കത്തില്ല. കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ഞാൻ പണിയെടുക്കുക, മറ്റേ പരിപാടി എടുക്കുക. ആ പരിപാടി മറ്റു പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ രാമക്ഷേത്രം ഉണ്ടാക്കി ഹിന്ദുത്വ ദേശീയതയുടെ പരമാവേശത്തിൽ നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഈ ഉത്തർപ്രദേശിനെ. അവിടെ നമ്മൾ വീഴില്ല, അവിടെ നമ്മൾ ഒരു പണിയെടുക്കണ്ട, അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വേറെ ഓപ്പറേഷൻ നടത്തണ്ട, ഇവിടെ നമ്മൾ ജയിച്ചോളും എന്ന് വിചാരിച്ചു. അത് വളരെ ഓർഗാനിക്കായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഓർഗാനിക്കായി തോറ്റു. അത് ഞെട്ടലുണ്ടാക്കി. ഇനി ആ ഓർഗാനിക് കളിക്ക് ആരും നിൽക്കത്തില്ല, BJP നിൽക്കത്തില്ല. കർണാടകയിൽ, ഹരിയാനയിൽ, മറ്റ് മഹാരാഷ്ട്രയിലടക്കം പല സംസ്ഥാനങ്ങളിൽ ഗൗരവതരമായി വോട്ടിൻ്റെ ഇടപാടുകളെക്കുറിച്ച് സംശയിക്കുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതേ സംഭവം എവിടെ നടക്കും? യു പിയിൽ റിസ്കിന് നിൽക്കത്തില്ല അവർ. അതുകൊണ്ട് ഇപ്പോൾ അഖിലേഷ് യാദവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ 145 സീറ്റ് അല്ലെ 37 MP സീറ്റ്, അതുകൊണ്ട് അദ്ദേഹം അടുത്ത തവണ UPയിൽ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണെന്ന് അഖിലേഷിന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം BJP അതിൻ്റെ കളി കളിക്കും. നമുക്കിത് കിട്ടാൻ പോകുന്നില്ല. വോട്ട് ചെയ്യാൻ അവകാശമുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. SIR വഴി വെട്ടിക്കളയുന്ന ഏർപ്പാടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ മുഴുവൻ വലിച്ചുകൊണ്ട് പോകും. സോ അതുകൊണ്ട് നമ്മൾ അടുത്ത തവണ അധികാരത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന നിരാശ അതിനകത്ത് ഒരു വിഭാഗം ആൾക്കാർക്കുണ്ട്. BJP എല്ലാം പിടിക്കുകയാണ്. സോ അതുകൊണ്ട് അഖിലേഷിൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു പരിധിക്കപ്പുറത്ത് ആഴമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അഖിലേഷിൻ്റെ പാർട്ടിയിലും വിനാശം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പല പ്രാദേശിക പാർട്ടികളും അതിന് ദുരന്തം അനുഭവിക്കാൻ പോവുകയാണ്. അതിനെ എങ്ങനെ ചെറുക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിനെ ചെറുക്കണമെന്ന് പറയുന്നു. ഇത്തരം പല പ്രാദേശിക പാർട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിനെല്ലാം ഒരു സിംഗിൾ ലീഡറാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മമതാ ബാനർജി ഇവിടെ തൃണമൂൽ കോൺഗ്രസ്, MK സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ DMK, അല്ലെങ്കിൽ ജയലളിതയുടെ AIDMK, അല്ലെങ്കിൽ അഖിലേഷ് യാദവിൻ്റെ, മുലായം സിംഗ് യാദവിൻ്റെ SP, അല്ലെങ്കിൽ ലല്ലു പ്രസാദ് യാദവിൻ്റെയും മകൻ്റെയും RJD. ഇതിൻ്റെയൊക്കെ പ്രശ്നം ഒരു സിംഗിൾ ലീഡറാണ്. അതിൻ്റെ ഓറയിലത് നിൽക്കുക. അതിന് രണ്ടാം നിര നേതാക്കൾ, പാർട്ടിയുടെ സംവിധാനം എന്നുള്ള സംഗതി ഉണ്ടാവില്ല. ആ നേതാക്കൾ വീഴുകയോ ആ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു ലാൻഡ് സ്ലൈഡ് തോൽവി തോക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? പിന്നെ ആ പാർട്ടി ചെതറും. അതാണ് നമ്മളിവിടെ കാണുന്നത്, പശ്ചിമ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പാർട്ടികളുടെ പ്രശ്നം, ഒരു സിംഗിൾ മാൻ ലീഡർഷിപ്പുള്ള പാർട്ടികളെല്ലാം വീഴുമ്പോൾ സർവത്ര വീഴും. സ്റ്റാലിൻ വീണപ്പോൾ സോവിയറ്റ് യൂണിയൻ തന്നെ വീണുപോയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടിയുടെ ഒരു ഘടനാപരമായ പ്രശ്നമുണ്ട്. അത്തരം പാർട്ടികളൊക്കെ കൂടുതൽ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളെ തിരിച്ചറിയുക, പരിഹരിക്കുക, കൂടുതൽ നേതാക്കളെയും കൂടുതൽ സെക്കൻഡ് തേർഡ് ലെയറിൽ ഉണ്ടാക്കുക, ഒരു പാർട്ടി നിലയ്ക്ക് കൂടുതൽ അതിനെല്ലാം ജനാധിപത്യവൽക്കരിക്കുക പോലുള്ള പരിപാടികൾ, ജനങ്ങളെ സംഘടിപ്പിക്കുന്ന കൂടുതൽ എക്സസൈസുകൾ നടത്തുക എന്നൊക്കെ പറഞ്ഞ് പണിയിലെടുക്കണം. അല്ലെങ്കിൽ ഇത്തരം ഡൈനാസ്റ്റി പാർട്ടികളുണ്ടല്ലോ, ഈ കുടുംബാധിപത്യ പാർട്ടികൾ, അവ വീഴും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിനെ BJP പ്രയോജനപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് SP-യിൽ കലഹവും പൊട്ടിത്തെറിയും വിട്ടുപോകലും ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ പറയുക. അടുത്ത തവണ BJP-യുടെ യോഗി ആദിത്യനാഥ് കുറച്ച് അൺപോപ്പുലറാണ്, അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. BJP തോറ്റുപോയേക്കാം എന്ന് വിചാരിക്കുന്നതിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. BJP-യുടെ ഒരുപാട് ടൂൾസ് ഉണ്ടല്ലോ.